ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ ഒരു ദിവസത്തെ ഫുഡ് എന്തൊക്കെയാണെന്നുള്ളതാണ്. വാട്ട് വി ഈറ്റ് ഇൻ എ ഡേ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിൽ ഞാൻ ചെറിയ ചെറിയ കുട്ടി റെസിപ്പീസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫുള്ളായിട്ടുള്ള റെസിപ്പീസൊന്നും കാണിക്കുന്നില്ല, കാരണം നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ സാധാരണയായിട്ട് ഉണ്ടാക്കുന്ന ഭക്ഷണം തന്നെയാണ് ഞാനും ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ രാവിലെ ആദ്യം എണീച്ച് അടുക്കളയിൽ വന്നു കഴിഞ്ഞാൽ ഒരു കപ്പ് വെള്ളം കുടിക്കും. തലേ ദിവസം രാത്രി ചുക്കുവെള്ളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അപ്പോൾ അതാണ് കുടിക്കുക. പിന്നെ അതിന് ശേഷമാണ് കാപ്പി, ചായ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുടിക്കുക കേട്ടോ. പിന്നെ അതിനൊപ്പം തന്നെ ഞാൻ ഉച്ചയ്ക്കുള്ള ചോറ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഞാനത് തെർമൽ കുക്കറിലേക്ക് മാറ്റി വെക്കുകയാണ് ചെയ്യുക. പിന്നെ അത് അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ചായ എടുത്തിട്ട് ഞാനിങ്ങനെ ജസ്റ്റ് കമൻസും അങ്ങനത്തെ കുറച്ച് യൂട്യൂബ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്ന് നോക്കും. അപ്പോൾ അതിന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി. അപ്പോൾ ഇന്ന് നമ്മൾ പഴംപുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാവുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ എക്സ്ട്രാ വേറെ ഒരു കറിയുടെയും ഒന്നിൻ്റെ ആവശ്യമില്ല, അത്രയ്ക്കും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അജ്മിയുടെ പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുട്ടിൻ്റെ പൊടിയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് കുതിർത്തതിന് ശേഷം കുറച്ച് സമയം ഒന്ന് മാറ്റി വയ്ക്കും. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് പഴം നുറുക്കിയെടുക്കാം. ഞാനിവിടെ 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴമാണ് കേട്ടോ ഇതിന് നല്ല ബെസ്റ്റായിട്ടുള്ളവ. അപ്പോൾ അത് ഇങ്ങനെ നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുക്കാം. എന്നിട്ട് അതിലേക്ക് തേങ്ങയാണ് ചേർക്കുന്നത് നെക്സ്റ്റ്. ഇതിലിപ്പോൾ ഞാനിപ്പോൾ അത്യാവശ്യം തേങ്ങ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത്ര തേങ്ങ വേണ്ടാന്നുണ്ടെങ്കിൽ ചേർക്കുകയൊന്നും വേണ്ട, പക്ഷേ തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒരു 2 ടീസ്പൂണും ഇല്ല, കുറച്ച് പഞ്ചസാര, ജസ്റ്റ് ഒരു മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരയും ഏലക്ക കുറച്ച് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്കയുടെ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ചേർക്കൊന്നും വേണ്ട. ഇവിടെ എല്ലാവർക്കും ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ചോറ് തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് തെർമൽ കുക്കറിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് പുട്ടുണ്ടാക്കാൻ തുടങ്ങാം. ഞാനിങ്ങനെ ചിരട്ടപ്പുട്ടിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് ഓരോ ചിരട്ടപ്പുട്ട് ഓരോ ആൾക്കാർക്ക് വീതം എടുക്കാം. അപ്പോൾ അങ്ങനെ നോക്കിയിട്ടാണ്, എളുപ്പപ്പണിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ സാധാ പുട്ട് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഈ ഒരു ഫില്ലിങ് നമ്മൾ ചേർക്കും. നെക്സ്റ്റ് നമ്മൾ പൊടി ചേർക്കും, സാധാ പുട്ടുണ്ടാക്കണ പോലെ തന്നെ. പക്ഷേ കുറച്ച് കൂടുതൽ ടേസ്റ്റാണ്. ആ മധുരമൊക്കെ ആ പുട്ടിലേക്ക്, ആ റൈസിലേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടാവും. ആ പഴത്തിന് നമ്മൾ ചേർത്തിട്ടുള്ള പഞ്ചസാരയുടെ ഒക്കെ ആ മധുരം ഉണ്ടല്ലോ, അതുപോലെ കൂടുതൽ തേങ്ങ ഇടുമ്പോൾ കുറച്ച് നല്ല ടേസ്റ്റാണ്. ഇത് ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട, വേറെ ഒരു കറിയുടെ ആവശ്യമില്ല, വേറെ പഴമോ നമ്മൾ എക്സ്ട്രാ പഴം ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇത് മാത്രമായിട്ട് നമുക്ക് സുഖമായിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ അങ്ങനെ കുക്കറിൻ്റെ മേലെയാണ് കേട്ടോ വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും നന്നായിട്ട് വിശന്നിരിക്കുകയാണ്. ഇത് പെട്ടെന്ന് നമുക്ക് പണിയൊക്കെ തീരും ഈ പുട്ടൊക്കെ ആണെങ്കിൽ. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അല്ലേ, നല്ല ചന്തയില്ലേ കാണാൻ. നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സ്പൂൺ കൊണ്ട് എടുക്കുകയാണ്, വെറുതെ കൈ എന്തിനാ പൊള്ളിക്കണേ. നല്ല ചന്ത നല്ല ആവി പറക്കുന്ന നമ്മുടെ പഴംപുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ എന്തായാലും കഴിക്കാൻ പോവാണ്. നീവിക്കുട്ടൻ്റെ കഴിക്കലൊക്കെ കഴിഞ്ഞു, അപ്പം ഞാൻ കഴിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ജസ്റ്റ് ഞാൻ വേറെ ഒന്നും എടുത്തിട്ടില്ല. നല്ല സോഫ്റ്റാണ്. ഈ അജ്മിയുടെ പുട്ടുപൊടിക്ക് പ്രത്യേകത ഉണ്ട് കേട്ടോ, നല്ല സോഫ്റ്റാണേ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്താ, ലഞ്ച് പ്രിപ്പറേഷനാണ്. അപ്പോൾ ഇന്ന് ലഞ്ചിന് ചിക്കൻ കറിയും റൈസും മാത്രമാണ് കേട്ടോ. ചിക്കൻ കറി ആയിട്ടല്ല, റോസ്റ്റായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇവിടെ ആർക്കും അങ്ങനെ ഗ്രേവി, അതായത് വെള്ളം പോലെ ഉണ്ടാക്കുന്നത് ഇഷ്ടമല്ല. എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. എനിക്ക് ആ ഒരു ഗ്രേവിയൊക്കെ ഇങ്ങനെ ചിക്കനിൽ കോട്ടായിട്ടിരിക്കുന്നത് കാണാനാണ് ഇഷ്ടം. കഴിക്കാനും അതാണ് ടേസ്റ്റ് കേട്ടോ. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് കഴിക്കാൻ, ആ ചോറും കൂട്ടി ഇങ്ങനെ വെറും ചോറും കൂട്ടി കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ സാധാ ഇഞ്ചി, വെളുത്തുള്ളി, സവാള, അതുപോലെ ഇതിലൊരു എക്സ്ട്രാ ഞാൻ തേങ്ങാക്കൊത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അത് കടിക്കാൻ കിട്ടും. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് മുരിഞ്ഞ തേങ്ങാക്കൊത്ത് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ. പിന്നെ ഒരു തക്കാളി ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ തന്നെ ചിക്കനൊക്കെ മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പെരുംജീരകത്തിൻ്റെ പൊടി, അതുപോലെ കുറച്ച് തൈര്, ഉപ്പ്, പിന്നെ മല്ലിപ്പൊടി, പിന്നെ ചിക്കൻ മസാല, ഇത്രയും ഐറ്റംസ് ചേർത്തിട്ട് ഞാൻ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അതാവുമ്പോൾ പെട്ടെന്ന് ആ മസാല കയ്യിലേക്ക് പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ ഇവിടെ കാശ്മീരി ചില്ലിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ഇത്ര കളറുള്ളത്. ഇവിടെ ആർക്കും അങ്ങനെ എരിവ് ഇഷ്ടമില്ല. അപ്പോൾ ആ ഒരു മുളക് പൊടി ചേർക്കുന്നുണ്ടെന്ന് അറിയാനും കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ടും ഞാൻ കാശ്മീരി ചില്ലിയാണ് എല്ലാ കറികൾക്കും യൂസ് ചെയ്യാറ്.
അപ്പോൾ ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് നമുക്ക് വേവിക്കാം. അതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പാത്രത്തിൽ തന്നെ ആ മസാല കൂടിയിട്ടുള്ള വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഒരു 15 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ടുള്ള ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഒരു മണിക്കൂർ എടുത്തു ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി നന്നായിട്ട് മസാലയൊക്കെ കോട്ട് ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയുടെ ഇലയും കൂടി മുറിച്ചിടുന്നുണ്ട്. ഒരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ. അങ്ങനെ നമ്മൾ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ മല്ലിയുടെ ഇലയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു റെസിപ്പി. എന്നിട്ട് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഒന്ന് പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. നല്ല കുത്തരി ചോറാണ് കേട്ടോ, മട്ടേരിയാണ്. അതിൻ്റെ കൂടെ നമ്മുടെ ചിക്കൻ റോസ്റ്റും അടിപൊളിയാണ്. ഇതിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട, ഈ ഒരു മസാല കൂട്ടിയിട്ട് കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ദാ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് നമ്മളിനി ചായ കുടിക്കാൻ പോവാണ്. അപ്പോൾ ഇന്ന് ചായയുടെ കൂടെ നമുക്ക് ബിസ്ക്കറ്റ് ABCD ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, പഴയ കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് കേട്ടോ. വേറെ ഒരു ബിസ്ക്കറ്റും എനിക്ക് ഇത്ര ഇഷ്ടം ഉണ്ടാവില്ല. ക്രീം ബിസ്ക്കറ്റിനോടൊന്നും വലിയ താല്പര്യമില്ല. ഇങ്ങനത്തെ ബിസ്ക്കറ്റിനോടാണ് കൂടുതൽ താല്പര്യം. ഇനി ഇതുപോലെ തന്നെ നമ്മുടെ കാഷ്യൂവിൻ്റെ ഷേപ്പിലായിട്ട് കുറച്ച് എരിവും മധുരമൊക്കെ ചേർന്നിട്ടുള്ള ഒരു ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതും എനിക്കിഷ്ടമാണ്. അപ്പോൾ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞ് ഇനി നമ്മുടെ ഡിന്നറിനുള്ള പണികളാണ്. അപ്പോൾ ഡിന്നറിന് കുറച്ച് ചിക്കൻ, നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ചിക്കൻ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ജസ്റ്റ് കുറച്ച് ഒരു കപ്പ് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. അതിനുശേഷം ഞാൻ നേരത്തെ തന്നെ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് 1-ാം പാൽ 2-ാം പാൽ അങ്ങനെയൊന്നുമില്ല, ഞാൻ ജസ്റ്റ് കുറച്ച് തേങ്ങാപ്പാൽ അങ്ങോട്ട് പിഴിഞ്ഞ് വെച്ചു. ഇനി അതും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ചൂടായി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ പുട്ടാണ് കേട്ടോ കഴിക്കുന്നത്. രാവിലത്തെ നമ്മുടെ പുട്ടുണ്ടാക്കിയതിൻ്റെ ബാക്കി കുറച്ച് പുട്ടുപൊടി ഇരിക്കുന്നുണ്ട്. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ എന്തായാലും ചിക്കൻ എന്തായാലും ബാക്കി ഉണ്ടാവുമെന്നറിയാം. അപ്പോൾ രാത്രിക്ക് ചിക്കൻ കറി പോലെ ആക്കിയിട്ട് പുട്ടും ആക്കാമെന്ന് വിചാരിച്ചു. നോർമൽ പുട്ട് കേട്ടോ, പഴംപുട്ട് അങ്ങനെയൊന്നുമല്ല, ജസ്റ്റ് തേങ്ങ മാത്രം ഇട്ടിട്ടുള്ള നോർമൽ ആയിട്ടുള്ള പുട്ടാണ്. അപ്പോൾ നല്ല ചന്തല്ലേ നമ്മുടെ ചിക്കൻ കറി കാണാൻ വേണ്ടിയിട്ട്. ഇത് കാശ്മീരി ചില്ലി ചേർത്തുകൊണ്ടാണ് കേട്ടോ ഈ ഒരു കളർ വന്നിട്ടുള്ളത്. ഇനി ജസ്റ്റ് നമ്മുടെ ആ കറി അതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചാണ്ട് ഒരു കഴിച്ച് അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ, സീ യു.